ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. മമ്മിക്ക് ഇനി എന്തൊക്കെ ആഗ്രഹമാണ് ഉള്ളത്? എന്റെ പൊന്നേ, മമ്മിക്ക് ആഗ്രഹങ്ങള് പ്ലെയിനിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട്. അതിരിക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം. പ്ലെയിനിലൊന്ന് കയറണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ഞുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോയാൽ കൊള്ളാറുണ്ട്. നെക്സ്റ്റ് ചോദ്യം, യൂട്യൂബ് ഇൻകം. യൂട്യൂബ് ഇൻകം ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ലക്ഷത്തി സംതിങ്ങോളാണ് നമുക്ക് കിട്ടിയത്. അതിലിപ്പോ ടാക്സ് ഒക്കെ അടച്ച് ടെക്നോക്കിൽ അവറുണ്ടോന്ന് മമ്മി പറ. ടെക്നിക്കൽ ലവർ ഉണ്ടോന്ന് ചോദിച്ചോ? ഉണ്ട്. ഇല്ലാന്ന് ചോദിച്ചാ ലവർ ഉണ്ട് മോനെ. ഉള്ള മമ്മി നോണ പറയാനുള്ള ലവർ വരുന്നുണ്ട്. അടുത്തത്, ടെക്നോ എന്താണ് ബൂട്ട് ക്യാമ്പിൽ നിന്ന് പോയത്? വിത്ത് റീസൺ. അല്ല അത് പറഞ്ഞോ. എന്താ പറയാ, എന്താ കാരണം എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ താല്പര്യമില്ല ഗൈസ്. അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞ എന്താ കാര്യം എന്നുള്ളത് പറയാൻ താല്പര്യമില്ല. ഹായ്, നമ്മ ഇന്ന് വന്നേക്കണേ എന്തേന്നറിയോ? പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നേക്കണേ. എന്തിട്ടാണെന്നറിയാമോ? നമ്മ ചോദ്യം നിങ്ങൾ ചോദിക്കും, ഉത്തരം പറയാന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്താണ്? അപ്പൊ അത് ചോദ്യം ഞങ്ങൾ എഴുതിയെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അയച്ച ചോദ്യങ്ങള് സമയം കിട്ടിയപ്പോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു 10-28 ചോദ്യങ്ങളുണ്ട്. അതിന് മറുപടി ഞങ്ങൾ പറയണായിരിക്കും. അപ്പൊ ആദ്യത്തെ ചോദ്യം വായിച്ച ഫസ്റ്റ് ആളുടെ ID ചിൽ വൈബ് എന്നാണ്. ഫസ്റ്റത്തെ ചോദ്യം, ടെക്നോക്ക് ഫിലിമിൽ ചാൻസ് കിട്ടിയാൽ പോകുമോ? ടെക്നോ പോകോ? അത് ശരി, എന്നാ വേഗം വാ. അപ്പോ ടെക്നോനെ സംബന്ധിച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഞങ്ങൾ ടെക്നോനെയും വിളിച്ചിരുത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ചോദ്യം, ടെക്നോന് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയ പോകുന്നു? ചാൻസ് കിട്ടിയ പോകാണ്ടിരിക്കില്ലല്ലോ. ചാൻസ് കിട്ടിയ ഉറപ്പായിട്ട് പോകും. അതെ, അഭിനയിക്കാനറിയില്ല, ജീവിക്കാൻ അറിയാം. അഭിനയം ഞങ്ങൾക്ക് അറിയില്ല. അഭിനയം തന്നെ ഒരു ജീവിതമല്ലേ മമ്മി? അതെ. അപ്പൊ കിട്ടിയ പോകുന്നാണ്. പോണ്ടെന്ന് പറഞ്ഞ മമ്മി സമ്മതിച്ചില്ല, നമുക്ക് പോകില്ല കേട്ടോ. മമ്മി ഇച്ചിരി സ്ട്രിക്റ്റ് ആണ്. ജീൻസ് ഇടാൻ പറ്റൂല. എങ്ങനെ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. മമ്മിക്ക് ഇനി എന്തൊക്കെ ആഗ്രഹമാണ് ഉള്ളത്? എന്റെ പൊന്നേ, മമ്മിക്ക് ആഗ്രഹങ്ങള് പ്ലെയിനിൽ കയറണം എന്ന് ആഗ്രഹമുണ്ട്. അതിരിക്കുന്നുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം. പ്ലെയിനിലൊന്ന് കയറണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മഞ്ഞുള്ള സ്ഥലത്തൊക്കെ ഒന്ന് പോയാൽ കൊള്ളാറുണ്ട്. ഈ മൂന്നാറില് ഒന്ന് പോകാൻ വലിയ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്, വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും മമ്മിക്കില്ല. പക്ഷെ 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവണം, എന്നാലേ കൊണ്ടുപോകുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞു. മൂന്നാമത്തെ അടുത്തത്, മമ്മീനെ പേടിപ്പിക്കുന്ന എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും പറയാനില്ല. മമ്മിനെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പേടിപ്പെടുത്തേണ്ടതെന്ന് പറയുന്നത് ജീവിതം തന്നെ ഒരു പേടിയല്ലേ മക്കളെ? ജീവിതം. അപ്പൊ അങ്ങനെ പേടിപ്പെടുത്തുന്നത് അങ്ങനെയായിട്ട് വലിയ കാര്യമായിട്ട് മമ്മിക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഓള് എല്ല് കടിച്ച് കിടക്കേ തുപ്പലാക്കി വെച്ചിട്ടുണ്ട്. ആ ബെഡുമ എടുക്കണത് പുറത്തിട, അതിനെടുത്ത് പുറത്തിട. മഴ പെയ്താ പുറത്താ. അടുത്ത ചോദ്യം, പേടിപ്പിടിക്കുന്ന അനുഭവങ്ങളൊന്നും മമ്മിക്ക് അങ്ങനെ കാര്യമായിട്ടുണ്ടായിട്ടില്ല. അടുത്ത നമ്മുടെ മിന്നുവിന്റെ ചോദ്യമാണ്, യൂട്യൂബ് ചാനല് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. നമ്മുടെ മിന്നുവാ? നമ്മുടെ മിന്നു, സോറി, അത് എന്താണ് ഇപ്പൊ ചലഞ്ച് വീഡിയോസ് ഇടാത്തതെന്ന്? മിന്നുവിന്റെ നമ്മുടെ മിന്നു ചലഞ്ച് വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും ഗൈസ്. അത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മടിയല്ല, അതിനു വേണ്ടി നമ്മൾ കൊറേ ഓടേണ്ടി വരും.
എന്ന് വെച്ചാൽ മിന്നു 2-3 പ്രാവശ്യം ചോദിച്ചിട്ടായി ചലഞ്ച് വീഡിയോ ഇടാത്ത അത് എന്താണ് എന്ത് സംബന്ധിച്ച് നമുക്ക് അതിനുള്ള ഇത് കിട്ടണില്ല. അവൻ ചലഞ്ച് വീഡിയോക്ക് വേണ്ടിയുള്ള കാശും കാര്യങ്ങളൊക്കെ ചെലവാക്കിയിട്ട് നമുക്ക് അതിനുള്ള ഒരു റെസ്പോൺസ് ചലഞ്ച് വീഡിയോയിൽ കിട്ടണില്ല. പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചലഞ്ച് വീഡിയോ എടുക്കണമെങ്കിൽ ഒരു ദിവസം ഫുൾ അതിന് വേണ്ടി നിൽക്കണം. അപ്പൊ അത്ര നിന്നിട്ട് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടണില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഭാവിയിൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും ചലഞ്ച് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ചെയ്യും. അടുത്തതും വേറെ ഐഡിയ വേണത് ഇറ്റ്സ് മീ മിന്നു. ഈ കുട്ടിയാണ് എൻ്റെ ഒരു വീഡിയോയില് ഞാൻ ഹായ് പറയാൻ പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം ഇട്ട വീഡിയോ നമ്മൾ അതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചാനൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ മിന്നുവിന് ഹായ്, അപ്പൊ ഞാൻ സോറി ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കിട്ടിയിട്ടാ. അത് ഇപ്പൊ ഇതിന്റെ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴാണ്, അതുകൊണ്ടാണ് ഇപ്പൊ ഹായ് പറയണേ. ആള് സ്ഥിരമായിട്ട് നമുക്ക് എന്തെങ്കിലും കമന്റ് ഒക്കെ ഇടണ്ടാണ് മമ്മിയും വായിക്കാറുണ്ട്. മിന്നുകുട്ടി ഹായ്. അപ്പൊ ചോദ്യം പറയട്ടെ, 2-3 ചോദ്യം ഉണ്ടേ. മിന്നുന്റെ ഇറ്റ്സ് മീ മിന്നുന്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാരിദ്ര്യം. അങ്ങനെയൊന്നുമില്ല മക്കളെ. ഞാൻ പറയാം എന്താന്ന് കാരണം. ഇൻസ്പിറേഷൻ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല മമ്മിക്ക്. പക്ഷെ മമ്മിക്ക് ഇങ്ങനെ എന്റെ വ്ളോഗിലാണ് മമ്മി ആദ്യം വന്നത്. അപ്പൊ മമ്മിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്റെ വ്ളോഗിൽ ഇടയ്ക്ക് മമ്മി എടുത്ത് ഇങ്ങനെ ഫോൺ എടുത്ത് സംസാരിക്കുന്ന വ്ളോഗുകൾ ഞാൻ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ആൾക്കത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പൊ സ്വന്തമായിട്ട് ഒരു ചാനൽ തുടങ്ങിയാലോ എന്ന് എനിക്കും പൂവിനും ഒരു ഇത് വന്നു ആശയം. അപ്പൊ പിന്നെ മമ്മിയുടെ അടുത്ത് ചോദിച്ചു, മമ്മി റെഡിയാണ്, മമ്മിക്കും താല്പര്യമുണ്ട്, ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി ഇതാണ് ചാനൽ. ഇൻസ്പിറേഷൻ ആയിട്ട് ആരുമില്ല. യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇൻസ്പിറേഷൻ ആരുമില്ല. സ്വയമായിട്ട് തന്നെ മമ്മി തന്നെയാണ് മമ്മിക്ക് ഇൻസ്പിറേഷൻ അന്നും നിന്നും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം. യൂട്യൂബ് ഇൻകം ഇപ്പൊ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം യൂട്യൂബിൽ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ലക്ഷത്തി സംതിങ്ങോളാണ് നമുക്ക് കിട്ടിയത്. അതിലിപ്പോ ടാക്സ് ഒക്കെ അടച്ച് 7 ലക്ഷത്തില് 7ന്റെ 1 2 3 4 പൂജ്യം വിട്ട് കളയേണ്ടി വരും. 4 അല്ല 3 പൂജ്യം വിട്ട്, അതായത് 7,000 രൂപ 8,000 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് ആയിട്ട് അത്ര ഇല്ല. അപ്പോൾ കഴിച്ചത് ഞങ്ങൾക്ക് അടുത്ത മാസത്തിലുള്ള യൂട്യൂബ് ഇൻകം കാണിച്ചാണ് $44. അവിടെ മൊബൈലൊന്നും നിർത്തറ എന്നിട്ട് 44 × 83 ഒന്ന് അടിച്ചു നോക്കിയേ. 83 രൂപയാണ് ഒരു ഡോളറിന്. അപ്പോൾ $44 നമുക്ക് അടുത്ത മാസത്തേക്ക് വന്നേക്കണത് ആയിട്ടുള്ളത്. ആ 44 × 83 അടിച്ചാൽ എത്ര രൂപ എന്ത് ഇപ്പോൾ പറഞ്ഞുതരാം. നമുക്കിങ്ങനെ മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റ് നമ്മൾ പറയും. 3652 രൂപയാണ് നമുക്ക് ഇപ്പൊ അടുത്ത മാസത്തേക്ക് വന്നേക്കണ ഇൻകം. അതാണ് സംഭവം. ഞങ്ങൾക്ക് അത്ര കിട്ടണുള്ളൂ. അതാണ് ഇതെന്താ സംബന്ധിച്ച ഒരുപാട് പേർക്ക് ഭയങ്കര ഇതാണ് വെച്ചാൽ യൂട്യൂബ് വീഡിയോസ് ചെയ്താൽ ഒരുപാട് കാശ് കിട്ടും, ലക്ഷങ്ങൾ ഉണ്ടാക്കാന്നൊക്കെ. പക്ഷെ ഞാൻ ഒരു കേസ് പറയട്ടെ. ഇപ്പൊ എല്ലാരും പറയും എന്താ പറയാ, പണിക്ക് പോയി എന്തോരം നാള് പണിക്ക് പോകണം, ഇത്ര കാശ് കിട്ടാൻ യൂട്യൂബിൽ സുഖമായിട്ട് കിട്ടുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അധ്വാനിക്കണം. അപ്പൊ ഈ സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് എന്തുവാ ഈ സെയിം പാറ്റേൺ തന്നെ. അതായത് നമ്മള് യൂട്യൂബിൽ എത്രത്തോളം ഇടണ് അത്രത്തോളം നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പൊ നമ്മൾ മാക്സിമം ഇടുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും കിട്ടണില്ല. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമുക്കും കിട്ടുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം ഇത്ര ലക്ഷം ഞങ്ങൾക്ക് കിട്ടിയെന്ന്. മനസ്സിലായ? ഇപ്പൊ തൽക്കാലം നമുക്ക് ഒന്നുമില്ല. ഈ മമ്മയുടെ ചാനലിൽ നിന്ന് ഞാൻ പറയാം ഒരു 30,000 രൂപയോളം ഇത്ര നാള് അല്ലെ, ഇത്ര നാള് വെച്ചിട്ട് ഒരു കൊല്ലം ഇപ്പൊ ഈ മെയ് 1-ാം തീയതിയാണ്. അത്ര നാളത്തോണ്ട് 30,000-40,000 രൂപയോളം മമ്മയുടെ ചാനലിൽ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചുണ്ടല്ലോ ഉപകാരമായിട്ടുണ്ട്. കാരണം എനിക്ക് യൂട്യൂബിൽ നിന്നൊന്നും കിട്ടണില്ല. ഇപ്പൊ എന്റെ യൂട്യൂബ് ഡൗൺ ആയി കിടക്കുക. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് മമ്മയുടെ യൂട്യൂബ് ചാനലിൽ നിന്നും എന്റെ യൂട്യൂബ് ചാനൽ കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്താ പറയാ 8,000 രൂപ, അതായത് യൂട്യൂബിൽ $100 ആകുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റാം. അപ്പൊ അത് തികയാനായിട്ട് എന്റെ മമ്മിയുടെയും കൂട്ടിയിട്ട് എടുക്കാം. അപ്പൊ ചില സമയത്തൊക്കെ മമ്മിയുടെ യൂട്യൂബ് റവന്യൂ നമുക്ക് ഉപകാരമായിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, നമുക്ക് നല്ല വ്യൂസ് ആയി തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിക്ക് കിട്ടും. പറഞ്ഞ ലക്ഷങ്ങളൊക്കെ കിട്ടും, പക്ഷെ നല്ല വ്യൂസ് വരണം. അതാണ്. അല്ലാതെ സബ്സ്ക്രൈബ് എത്ര മില്യൺ 10 മില്യൺ 100 മില്യൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വ്യൂസ് ഇടുന്ന വീഡിയോക്ക് വ്യൂസ് വന്നാൽ ആൾക്കാർ വ്യൂസ് എന്ന് പറയുന്ന ആൾക്കാർ കാണണം. കണ്ടു കഴിഞ്ഞാല് നമുക്ക് പൈസ കിട്ടും. പക്ഷെ എന്റെ മാക്സിമം കാണണത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ 4,000 5,000 അതിൽ കൂടുതൽ ഒന്നും കാണണില്ലാരും. അത്ര കണ്ടോണ്ടൊന്നും കാര്യമില്ല. എന്താ അതന്നെ. അയ്യോ, എന്തായാലും നമ്മ ഇറങ്ങി പുറപ്പെട്ട് അപ്പൊ പിന്നെ ഇത് നമുക്ക് കിട്ടുന്ന കണ്ടന്റ് വെച്ച് അങ്ങോട്ട് ഇടാം എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോണത്. ഇപ്പൊ മമ്മി ഒന്നും മറച്ചു വെക്കണില്ല. ഇത്രയും നാള് ഈ ഒരു വർഷം ആഴ്ചയിൽ 3 ദിവസം, മുന്നൊക്കെ ആഴ്ചയിൽ മിക്ക ദിവസങ്ങളിലും അങ്ങനെയൊക്കെ ലെങ്ത് വീഡിയോ ഇട്ടിരുന്നു വെച്ച്. ഈ വീഡിയോ കൂടി വന്ന ഞാൻ പറഞ്ഞില്ല 5,000 പേരൊക്കെ കാണുന്നുള്ളൂ, 4,000 5,000 പേരൊക്കെ അധികമായിട്ട് കാണുന്നുള്ളൂ. ഈ കൊണ്ടാട്ടം ഫാമിലിയുടെ കല്യാണം എടുത്തേക്കണത് മാത്രം ഒരു 25,000 പേര് 25K
അത്ര ആയിട്ടുണ്ട്. നുണ പറയുന്നതല്ല, ആ ഒരു വീഡിയോ മാത്രം അത്ര കയറിയിട്ടുണ്ട്. വേറെ ഒരു വീഡിയോ മമ്മിയുടെ അങ്ങനെ കയറിയിട്ടില്ല. കയറി കഴിഞ്ഞാൽ പൈസ കിട്ടും. അതിപ്പോൾ മാസം ഒരു 10 കയറിയാലും മതി, എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്ന് എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ലെങ്കിലും ഉള്ള അറിവോടുകൂടി മക്കൾക്ക് പറയുകയാണ്. അപ്പം അതാണ് എന്നിട്ട് പൈസ കിട്ടുന്നത്, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതാണ്. അടുത്തത് ഹൂ സപ്പോർട്ട് മോർ, ആരാണ് കൂടുതൽ മമ്മീനെ ഈ വീഡിയോ എടുക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്? കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നോയലും അമ്മും. ഹൂയാണ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ അവന്റെ ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങി യൂട്യൂബ് ചാനലും നോക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര വർക്കായി വന്നു കഴിഞ്ഞപ്പോ അത് ഞാൻ എടുത്തു. അപ്പൊ ഞാൻ ചെയ്തു തുടങ്ങി. അപ്പൊ ഞാൻ അമ്മും വീഡിയോ എടുക്കും. എനിക്ക് പറ്റാത്ത സമയത്ത് അമ്മ വീഡിയോ എടുക്കും. അപ്പൊ എനിക്ക് തരും, ഞാൻ അത് ചെയ്യും, വീഡിയോ ഇടും. എനിക്ക് പറ്റുന്ന സമയത്ത് ഞാൻ എടുക്കും. മമ്മി ആങ്കറായിട്ട് നിൽക്കും. ചിലത് അമ്മൂസും ഞാനും കൂടി എടുക്കും. അത് എന്ത് കറി വെക്കുന്നതും അങ്ങനെയൊക്കെ. അപ്പം നോയിൽ കടയിലായിരിക്കുന്ന സമയത്ത് അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അമ്മും ഞാനും കൂടിയും ഞാനും കൂടിയും എടുക്കും. ചിലത് ശരിയായില്ലെങ്കിലും ഞങ്ങൾ എടുത്ത് ഇടണം, ഞങ്ങളുടെ രീതിയിൽ എടുത്ത് ചെയ്യും. അത് തന്നെ. അങ്ങനെ അടുത്തത് എപ്പോഴാ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? അതിപ്പോ ഇത് മെയ് മാസമാണ്. ഈ വന്നപ്പോ 1 വർഷമായി ഞങ്ങൾ യൂട്യൂബ് ചാനല് സ്റ്റാർട്ട് ചെയ്തിട്ട്. അടുത്തത് എൽദോ ഇസാഖ് എന്നാണ് ഐഡി പേര്. എന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? അത് നമ്മ പറഞ്ഞു, സാഹചര്യം നമ്മ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതാണ് സാഹചര്യം. പിന്നെ അശ്വതി സീറ്റി, മമ്മിയുടെ ഇനി നടക്കണം എന്നുള്ളൊരു ആഗ്രഹം, അതും ഒരാഗ്രഹം, അതും പറഞ്ഞു. അടുത്തത് ക്രൂഷ്യലാണ്. പേര് എനിക്ക് ക്ലിൻസി ഹാനോക്ക്, ടെക്നോക്ക് ലവർ ഉണ്ടോന്ന്? ടെക്നിക്ക് ലവർ ഉണ്ടോന്ന് ചോദിച്ചോ ഉണ്ട്. ലവർ ഉണ്ട് മോനെ, ഉള്ള മമ്മി നോണ പറയാനുള്ള ലവർ വരുന്നുണ്ട്. അപ്പൊ ആ പ്രതീക്ഷ തീർന്നിട്ടുണ്ടാവുന്ന വിചാരിക്കും. അടുത്തത് സുനിത ദീപു, ടെക്നോമോന് എന്താണ് ജോലി? എനിക്ക് ജോലി ഇപ്പൊ നിലവില് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമുമാണ്. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടന്റ് ക്രിയേറ്റർ, യൂട്യൂബിൽ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് പോകുന്നു. അതാണ് ഇപ്പൊ കറന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മുമ്പോട്ടും ഇത് തന്നെ ചെയ്യാനാണ് താല്പര്യം. അടുത്തത് രോഹിത് കൃഷ്ണ, ടെക്നോ മാരേജ് എപ്പോഴാ? മാരേജ് 23 വയസ്സായിട്ടുള്ളൂ മോനെ. ജൂലൈ 17 വരുമ്പോ 23, 24 കിടക്കും. ഒരു 4 കൊല്ലം കൂടി കഴിഞ്ഞ് 28 വയസ്സാകുമ്പോ കെട്ടിക്കുന്നതായിരിക്കും. ഓക്കെ, കമ്മിറ്റഡ് ആണോ? കമ്മിറ്റഡ് ആണ്. ഓക്കെ, സമാധാനം. അടുത്തത് സൂസൻ റെനിൻ, നോയലിന്റെ ജോലി എന്താണ്? ഞാൻ അങ്ങോട്ട് തിരിക്കാം. പറഞ്ഞോ, റെഡി 1 2 3 സ്റ്റാർട്ട്. എന്റെ ജോലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നും അയ്യോ, ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പ് ഉണ്ട്, പെറ്റിന്റെ ഷോപ്പ്. അപ്പൊ അവിടെ പോകുന്നുണ്ട്. അവിടെ ജോലിക്കായി പോണതാണ്. ഫുഡ്, മരുന്നുകള് ഞങ്ങളുടെ കടയല്ല, സംഭവങ്ങൾ കൊടുക്കണ ഒരു കട. അതാണ് എന്റെ ജോലി, വേറെ ഒന്നുമില്ല. മാളെ പോയാൽ മതി അല്ലേ? പിന്നെ മമ്മിയുടെ അതൊക്കെ ഒരു ജോലി. പിന്നെ എനിക്കുള്ള പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നു. അത് ഞാൻ പറയുന്നത് ഇരിക്കും. ഇത് കൂടാണ്ട് പിന്നെ അത് കടയിൽ പോയിരിക്കുന്നുണ്ട്. പിന്നെ ആ കടയിൽ പോയിരിക്കേണ്ട ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയുടെ ചാനലിൽ ഫുള്ള് നോക്കേണ്ട പോവാണ്. റെക്കോർഡിങ് മുതൽ എഡിറ്റിങ്, തംബ്നെയിൽ, അപ്ലോഡിങ് ഒക്കെ നോക്കേണ്ട ആളാ. അപ്പൊ അതുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ട ആളാണ്. എന്ന് വെച്ചാൽ അവരായിട്ട് സംസാരിച്ച് റെഡിയാക്കേണ്ടും കാര്യങ്ങളൊക്കെ ആളാണ്. അപ്പൊ അതൊക്കെ തന്നെ ആളുടെ ജോലി. ഇത് തന്നെ, ഇത് ബേസ് ആയിട്ട് ജോലി. പിന്നെ സൈഡിൽ കൂടി ഡോഗിന്റെ അതിന്റെ മറ്റേ പെറ്റിന്റെ ഷോപ്പിൽ പോകണം, അത്രേ ഉള്ളൂ. ടെക്നോന് എത്ര വയസ്സായി? ഇനിയുണ്ട് ഒരെണ്ണുണ്ട്, ബിന്ദു ഗോപി, നെൽഡ ഡിസിൽവേനെ അറിയോന്ന്? അയ്യോ, നെൽഡ ഡിസിൽവേനെ അറിയോന്ന്? ബിന്ദു ഗോപി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. അറിയോ നെൽഡന? നെൽഡ കേട്ടുണ്ട് പേര്. ഈ നാട്ടുകാരാണ് എന്താ അറിയില്ല, ആയിരിക്കും. അന്വേഷിച്ചിട്ട് അതന്നെ നെൽഡ, മറ്റേത് നെല്ലല്ലേ? നെല്ലിയാണ് ഞാനും പറഞ്ഞു. അപ്പൊ അടുത്തത് സാന്ത്വന കെ സതീഷ്, ടെക്നോക്ക് എത്ര വയസ്സായി? വയസ്സ് പറഞ്ഞു. ജൂലൈ 17 വരുമ്പോ 24 വയസ്സ്. നെക്സ്റ്റ് അൻസമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. മമ്മി ഒരു ഹായ് തരുമോ? ഹായ്, എത്ര ഹായ് വേണം? ആർക്കാ? എന്തെന്ന്? അൻസം ഹായ്. ഹായ് ഒക്കെ മമ്മി തരാം. എത്ര എണ്ണം വേണം മോനെ? അടുത്തത് ടെക്നോ എന്താണ് ബൂട്ട് ക്യാമ്പിൽ നിന്ന് പോയത്, വിത്ത് റീസൺ? അല്ല, അത് പറഞ്ഞോ.
അത് ഞാൻ എന്താ പറയാ എന്താ കാരണം എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ താല്പര്യമില്ല ഗൈസ്. അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ എന്താ കാര്യം എന്നുള്ളത് പറയാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ ആ സമയത്ത് എന്റെ ചാനലിൽ വീഡിയോ ഇട്ടത് എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഞാൻ പോയതാണ്. പക്ഷെ ഹെൽത്ത് ഇഷ്യൂ അല്ല, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് നുണ പറഞ്ഞതാണ്. തക്കതായ കാരണമുണ്ട്. പക്ഷെ അത് പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല പറയാനായിട്ട്. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എന്താ പറയാ പിന്നീട് അത് എന്താ പറയാ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നണില്ല, ദോഷമായിട്ട് വരും. എനിക്ക് ദോഷമായിട്ട് വരും. അതുകൊണ്ട് വേണ്ട. അത് ഞാൻ ചെയ്ത് തെറ്റായോണ്ടല്ല ദോഷമായിട്ട് വരുന്നത്, ഞാൻ ചെയ്തത് ശരിയായോണ്ട് ചിലവർക്ക് അത് ഇഷ്ടപ്പെടാത്തോണ്ട് എനിക്കത് ദോഷമായിട്ട് വരും. അത്ര ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, കറക്റ്റ്. അടുത്തത് ടെക്നോക്ക് ഫിലിമിൽ ചാൻസ് കിട്ടിയാൽ പോകുമോ? തീർച്ചയായിട്ടും പോകും. നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ വല്ല ഡയറക്ടർമാരോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ ഉള്ളവർ നീ പറഞ്ഞു. ഹിപ്പുവിന്റെ കൂടെ രണ്ടുപേരും കൂടി, ഹിപ്പും റോയലും കൂടി ടെക്നോ കൂടി ആണ്ട്ടാ ഓഡീഷന് പോയെന്ന് ഓർക്കണം. അതിൽ ഇരിക്കലടാ അവന് വേണ്ടി പോയി. ഹിപ്പുവിന് വേണ്ടി പോയതാണ്. ഇവനാരെ കാണാനാ? അയ്യോ അയ്യോ അയ്യോ, അവനെ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ട് ഞാനും കുറച്ച് ഫേമസ് ആവട്ടെ. അടുത്ത അതിനകത്ത് തന്നെ ഉള്ളതാണ്. റോളുവിന് എത്ര വയസ്സായിരുന്നു? റോള് പറ. 1 വയസ്സ്. ബൂട്ട് ക്യാമ്പിൽ ഉള്ളവരായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോന്ന്? ബൂട്ട് ക്യാമ്പിൽ ഉള്ളവരായിട്ട് കോണ്ടാക്ട് ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിപ്സ്റ്റർ മാത്രമേ ഞാൻ കോണ്ടാക്ട് ഉള്ളൂ. കാരണം ഹിപ്സ്റ്റർ ഇപ്പൊ ബൂട്ട് ക്യാമ്പിലില്ല. അതുകൊണ്ടല്ല കാരണം പറഞ്ഞ കാരണം അതൊന്നല്ല, എനിക്ക് അവിടെ നിന്നേല് ജെന്യൂൻ ആയിട്ട് തോന്നിയത് ഹിപ്സ്റ്റർ മാത്രമാണ് കേസ്. അത് എനിക്ക് പറയണതിന് പേടിയൊന്നുമില്ല, എനിക്ക് ജെന്യൂൻ ആയിട്ട് തോന്നിയത് ഹിപ്സ്റ്റർ മാത്രം. അത് എന്റെ ഒപ്പീനിയൻ ആണ്. ഇനി ഇത് പറഞ്ഞോന്ന് വെച്ചാൽ നടക്കുന്നു എനിക്കറിയാം, പക്ഷെ എനിക്ക് അവിടെ ഓക്കെ ആയിട്ട് തോന്നുന്നത് ഹിപ്സ്റ്റർ ആണ്. സോ ഹിപ്സ്റ്റർ ആയിട്ട് ഞാൻ ഇപ്പോഴും കണക്ഷൻ ഉണ്ട്. ആള് ഇങ്ങോട്ട് എനിക്ക് വരാന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക്. അപ്പൊ ഇടയ്ക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിൽ വന്നത് ഒരു ദിവസം. സിനിമ റിലീസ് ആവണ മുമ്പ് വന്ന ഡബിങ്ങിന് വേണ്ടി വന്നപ്പോ ഒരു ദിവസം ഇവിടെ വന്നിട്ടുണ്ടായി. ഇനി വരാന്ന് പറയുന്നുണ്ട്. ഇപ്പൊ വരുമ്പോ നമ്മത് വ്ളോഗ് എടുത്തിട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ? ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ എന്ന് ഓരോരുത്തരുടെ പറഞ്ഞോ. ഓരോരുത്തരുടെ പറയാൻ അല്ലെങ്കിൽ ഒരെണ്ണം. അതെ, അങ്ങനെ പറയാനാ? ആണോ? എനിക്ക് ട്രൂ ടിവി എന്തിട്ടാ ഇതൊക്കെ വിളിച്ചോണ്ടിരുന്നു. എനിക്ക് കൊണ്ടാട്ടം ഫാമിലി, ഉപ്പുമുളകും ലൈറ്റ്, വീട്ടുകാര്യങ്ങൾ ബൈ സ്വപ്ന, എന്റെ അമ്മയോ മറന്നു എന്റെ മോള, കിടില മുത്തശ്ശി, മല്ലു ജപ്പാൻ. ഇതൊക്കെ എന്റെ കൂട്ടുകാരാണ്. മല്ലു ജപ്പാനൊക്കെ എന്റെ മോൻ, കിടില മുത്തശ്ശി എന്റെ അമ്മ, സ്വപ്ന എന്റെ കൂട്ടുകാരി, സിന്ധു കൊണ്ടാട്ടം ഫാമിലി എന്റെ കൂട്ടുകാരി, സംഗീത എന്റെ മോള്. അങ്ങനെ അപ്പൊ എത്ര പറഞ്ഞു ഞാൻ? 4 ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ഒരു ചാനലും കാണാറില്ല. ഞാൻ ഓടിയിടന്ന് കാണുന്ന ആളാ. എനിക്ക് അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ഫോണിലധികം ആള് വർക്കിംഗ് ഒന്നുമില്ല. ജോലി കഴിഞ്ഞ് വന്നാ വീട്ടുപണികള്, അത് അങ്ങനത്തെ ശരിക്കും പറയണ്ടേ, ഞാൻ കാണാറില്ല സത്യമായിട്ടും. അതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ചാനൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് മിസ്റ്റർ ബീസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, ഇംഗ്ലീഷാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവരുടെ കണ്ടന്റ് ഒക്കെ അടിപൊളിയാ. പിന്നെ ഇഷ്ടമുള്ളത് മല്ലു ജപ്പാനാണ്. മല്ലു ജപ്പാൻ കിട്ടില്ല വീഡിയോ. ആളുടെ ചില സമയത്തൊക്കെ ഇരുന്ന് കാണുമ്പോൾ നമുക്കൊരു വേറെ ഫീല് കിട്ടും. പുള്ളിയായിട്ട് കണക്ഷൻ ഉണ്ട്, ഞങ്ങള് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഡെയിലി ആളുടെ എല്ലാ വ്ലോഗും കാണാറുണ്ട്. അത് രണ്ടുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത് ഇപ്പൊ നിലവില്. ഞാൻ എനിക്ക് പൂവിന്റെ പറ. എനിക്ക് ഇഷ്ടം പറയാനായിട്ട് മല്ലു ജപ്പാന്റെ ഞാൻ ഇപ്പൊ ഇടയ്ക്കല്ല ഞാൻ ആളുടെ വ്ലോഗുകൾ കാണാറുണ്ട്, അത് കാണാറുണ്ട്. അപ്പൊ അത് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ ചാനലും യൂട്യൂബില് കാണുമ്പോ എല്ലാ ചാനലും മിക്കത് ഞാൻ കാണും. പിന്നെ ഒരു തമിഴിലൊരു ഏറ്റുകൂടി എന്നുകൊണ്ടൊരു ചാനൽ, അവരുടെ നല്ലൊരു ഇതാണ് അത്. പിന്നെ മദൻ ഗൗരി, അതൊക്കെ കാണാറുണ്ട്. തമിഴ് ചാനലുകൾ മിക്കതും ഇങ്ങനെ അരിച്ചു കുറക്കി കാണുന്ന ശീലം ഉണ്ടെങ്കിൽ. ഇനി റോളക്സിന്റെ ഏതാണെന്നല്ല ഇഷ്ടപ്പെട്ട ചാനൽ? അയ്യോ എനിക്ക് പട്ടി വില അല്ലടാ നീ തന്നെ. ഇഷ്ടപ്പെട്ട ചാനൽ പറ. എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല. നെക്സ്റ്റ് പറയട്ടെ, യൂട്യൂബ് ഇൻകം. അതിപ്പോ തന്നെ പറഞ്ഞായിരുന്നു. അത് പറഞ്ഞതാണ്. പിന്നെ ഇല്ല, വേറെ അൻസം എന്ന് പറഞ്ഞ ആള്. പിന്നെ അടുത്തത് ബാഡ് എക്സ്പീരിയൻസ് ഫ്രം യൂട്യൂബ്. ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോന്നോ യൂട്യൂബിന്ന്? കമന്റുകള് അത് നമ്മത് കാര്യമായിട്ട് എടുക്കാറില്ല മക്കളെ. കമന്റുകൾ വരാറുണ്ട് യൂട്യൂബ് ചാനല് നമ്മുടെ എക്സ്പീരിയൻസ്. ഇങ്ങനെ കമന്റുകൾ ഭയങ്കരമായിട്ട് വന്നത്
ഇപ്പം ബൂട്ട് ക്യാമ്പിൽ നിന്ന് പോന്നപ്പോഴാണ് വന്നത്. നല്ലോണം കമന്റുകൾ വന്നു. പക്ഷെ ഞങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല. ഞങ്ങളത് കാര്യമായിട്ട് ഇപ്പോഴും അത് തന്നെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ കാര്യങ്ങൾ അറിയാണ്ടാണ് ചെയ്യണേന്നുള്ളത് അവർക്ക് അറിയണില്ല. കാരണം ഞാൻ റീസൺ എന്താന്ന് ഞാൻ പറഞ്ഞില്ല. സോ അതുകൊണ്ടായിരിക്കും അവർക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് എന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. പക്ഷെ എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എന്റെ പ്രശ്നം ശരിയായിട്ടാണ് തോന്നുന്നത്. പറയാൻ താല്പര്യമില്ല. ആ കേസ് ഞാൻ വിട്ടു. അതാ പിന്നെ ഇനി പണ്ടത്തെ ആൾക്കാര് പറയണ പോലെ പല്ലുകുത്തി പഠിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഇനി നമ്മത് പറയുന്നത് ശരിയല്ല. അടുത്തത് ജെറാഡി ജെൻസൺ, അതാണ് പേര്. വൈ ടെക്നോ ലെഫ്റ്റ് ഫ്രം ബൂട്ട് ക്യാമ്പ്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അടുത്തത് പേര് വായിക്കാൻ കിട്ടണ കേട്ടാ. വൈ ആണ് കേട്ടാ. നിങ്ങൾക്കും ഹേറ്റേഴ്സ് ഉണ്ടോന്ന്. ഓക്കെ. അടുത്തത് അഗാപ്പെ എന്നാണ് ID. വീട്ടിൽ വന്നാൽ കാണാൻ പറ്റുമോ? പിന്നെന്താ, ഏവർക്കും സ്വാഗതം. മമ്മി ഇവിടെ ഉണ്ടാകും. മമ്മി ഇല്ലാത്തത് ചൊവ്വാഴ്ചയും ശനിയാഴ്ച ഇച്ചിരി നേരം ഇല്ലാണ്ടിരിക്കുള്ളൂ. ആ ചൊവ്വാഴ്ച മമ്മി ലത്തിമ്പള്ളി പോകും അന്തോണിസ്നാളുടെ നൊവേനയ്ക്ക്. ശനിയാഴ്ച ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ നൊവേനയ്ക്ക് ചവരുന്നാളുടെ നൊവേനയ്ക്ക് പോകും. ആ 2 ദിവസം മാത്രം ഉച്ചവരെ 1 മണി വരെ. അത് കഴിഞ്ഞാൽ മമ്മി വീട്ടിലുണ്ടാവും. എല്ലാ ദിവസവും ഉണ്ടാകും, ഇവിടെ തന്നെ ഉണ്ടാകും, എങ്ങും പോകില്ല. മക്കളാര് വന്നാലും സ്വാഗതം, മമ്മി സ്വീകരിക്കും. ഒരു മടിയും വിചാരിക്കണ്ട, പോരേട്ടാ. പിന്നെ മറ്റേ നമ്മളെ ഡ്രസ്സിന്റെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പ കൊണ്ടാട്ടം ചോദിച്ചാൽ ഞാൻ ID ഒന്നും എഴുതിയെടുത്തില്ല കേട്ടാ. കൊണ്ടാട്ടം ഫാമിലിയില് കല്യാണത്തിന് ഞാനും അമ്മും കൂടി എടുത്തുകൊണ്ട് പോയ ഡ്രസ്സിന്റെ വില എത്രയാണ്, എവിടെ നിന്ന് മേടിച്ചെന്നൊക്കെ എല്ലാം തയ്പ്പിച്ചത് ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ അവരപ്പ. വില ഞങ്ങൾ മേടിച്ചത് കൊടകരയില് മമ്മിക്ക് ഷുഗറിന് മരുന്ന് മേടിക്കാൻ വേണ്ടി പോയിപ്പോ അവിടെ പന്തല്ലൂക്കാരൻ്റെ ഒരു കടയുണ്ട്, പന്തല്ലൂക്കാരൻ സിൽക്സ്. ആ കടയിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. 75 രൂപ മീറ്ററിനുള്ളത്. 1 മീറ്ററിന് 75 രൂപയുടെ നെറ്റിന്റെ തുണിയും പിന്നെ അതിന്റെ അടിയിലെ ലൈനിങ് ഇട്ടത് ഞങ്ങൾ സാറ്റിന് അന്വേഷിച്ച് കിട്ടില്ല. അപ്പൊ അവിടുത്തെ ചേച്ചിമാര് ഞങ്ങക്ക് ഒരു എന്നിട്ടാണ് വിചിത്ര സിൽക്കിന്റെ പ്ലെയിൻ സാരി 185 രൂപ, വളരെ വില കുറവാ മക്കളെ. അത് മേടിച്ച് അപ്പൊ ഞങ്ങൾ അടിച്ചത് നമ്മുടെ ഇവിടെ തന്നെ കാടുറ്റി തന്നെ ഒരു കടയിലാണ് തയ്ച്ചത്. ഇനിയിപ്പോ നിങ്ങളോട് പറഞ്ഞ എന്താ പറയാ, നിർമ്മൽ ഷൈനി എന്ന് പറയും, കുരിശുപള്ളി. പള്ളിയുടെ ഞങ്ങളുടെ ഇടവക പള്ളിയുടെ ഇപ്പുറത്തൊരു ചെറിയ പള്ളി ഉണ്ട്. ആ പള്ളിയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള കടയിലാണ് തയ്ച്ചത്. പിന്നെ വേറൊരു കമന്റാണ് വന്നിരുന്നത്. നിങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസിന്റെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും പിന്നെ മമ്മിയുടെ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ലൈഫിനെ കുറിച്ചും ഒക്കെ ഒരു വീഡിയോ ഇടുമോ? ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ആംഗ്ലോ ഇന്ത്യൻസ്. ഐ ആം വെരി ക്യൂരിയസ്. പിന്നെ മമ്മിയും ഡാഡിയും ആദ്യമായി കണ്ടത് എവിടെ വെച്ചാ, ഓൾ ദിസ് അതൊക്കെ അതൊക്കെ അതന്നെ ഇപ്പൊ വായിച്ച കാര്യങ്ങള്. എത്ര മിനിറ്റ് ആയിപ്പാ? ഭയങ്കര വയ്യ. അപ്പൊ പിന്നെ അത് കൂടുതൽ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോ നിങ്ങൾക്ക് തന്നെ ഒരു ബോറടിയാകും. എത്രയായാലും നിങ്ങൾക്ക് തന്നെ അതൊരു ബോറടിയാകും. അപ്പൊ മമ്മി ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം മമ്മി വേറൊരു വീഡിയോയില് പറയാം. അപ്പൊ മക്കളെ, ഈ വീഡിയോ ഇഷ്ടമായ വേറെ Q&Aയില് മമ്മി പറയാ ബാലൻസ് വന്ന ചോദ്യങ്ങള്. അപ്പൊ ഇത്ര നേരം നമ്മള് സംസാരിച്ചിരുന്ന് ഇനി നിങ്ങളെ ബോറടിപ്പിക്കണില്ല. അപ്പൊ അപ്പൊ മക്കളെ, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ഓക്കേ.